ഇപ്പൊ നമുക്കൊരു മർമ്മപ്രധാനമായ ഒരു ചോദ്യത്തിലേക്കാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഈ പുറമേ ഉള്ള ഒരുപാട് മാനസിക സംഘർഷങ്ങൾ നേരിടേണ്ടി വരുന്ന പുരുഷനാണ്. സ്ത്രീക്കുന്ന വീട്ടിനുള്ളിലെ കാര്യങ്ങൾ അറിഞ്ഞാൽ ഒരുപാട് സമ്മർദ്ദങ്ങൾ പുറത്തുണ്ട്, പ്രതിസന്ധികളെ നേരിടേണ്ടതുണ്ട്. അപ്പൊ ഈ പ്രതിസന്ധികളെ നേരിടുമ്പോൾ ഒരു സ്ത്രീ വന്ന് സമീപിക്കേണ്ട ആ സമീപന രീതിയും അതിൻ്റെതായ അനന്തര ഫലങ്ങളും സാറൊന്ന് പറഞ്ഞാൽ ഉപകാരപ്പെടും. അപ്പോൾ ഒന്ന്, ഈ സ്ത്രീയും സ്ത്രീയും പുരുഷനും തമ്മിലുള്ള വ്യത്യാസങ്ങളെ കുറിച്ച് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ പറഞ്ഞിരിക്കുമ്പോൾ സ്ത്രീയും പുരുഷനും ഒരു കാര്യത്തെ കണക്കിലെടുക്കുന്നത് രണ്ട് രീതിയിലാണ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു വിഷമം ഉണ്ടായാൽ പുരുഷൻ അത് മനസ്സിൽ ആലോചിച്ചുകൊണ്ടിരിക്കും, ഇതെങ്ങനെ നമുക്കിതിനെ പരിഹരിക്കണം. അപ്പോൾ ഈ പരിഹരിക്കുന്നതിനിടയിൽ സ്ത്രീയുടെ ഒരു സഹായമൊന്നും അദ്ദേഹം സ്വീകരിക്കാറില്ല. വല്ല ചായ കാപ്പിയെ കൊണ്ട് തരുന്നത് അതും ആ സമയത്തിൽ ഭക്ഷണവും കഴിച്ചെന്ന് വരത്തില്ല. അപ്പോൾ ഇതിങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് കോപിക്കുന്നത് കാണുമ്പോൾ സ്ത്രീ അതിനെതിരായിട്ട് വല്ലതും പറഞ്ഞുകൊണ്ടിരിക്കും. അതായത് ജോലിയുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അത് ഞാൻ അലട്ടിക്കൊണ്ടിരിക്കുന്ന പുരുഷൻ ഇത് പറയാതെ അതിനെ വിഷമിച്ചും ആലോചിച്ചും അതിൻ്റെ മോചനത്തെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കും. ഈ സമയം ഭാര്യ അടുത്ത് വരുന്നത് പോലും അയാൾക്ക് ഇഷ്ടപ്പെടാമെന്ന് വരത്തില്ല. അപ്പോൾ ഭക്ഷണം കഴിക്കാനും ചിലപ്പോൾ താല്പര്യം കാണത്തില്ല. സ്ത്രീ ഈ സമയം ഭയങ്കരമായി വയലൻ്റ് ആകും എന്ന് പറഞ്ഞാൽ, നിങ്ങളെന്തോ ആ മനുഷ്യ എന്നോട് പറഞ്ഞുകൂടെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടായാൽ നിങ്ങൾ എന്തിനാ ഇങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്നത്? അദ്ദേഹം ഭയങ്കരമായി വിഷമിച്ചുകൊണ്ടിരിക്കുക. അതിനിടയിലാണ് അതായത് ഈ സ്ത്രീയെ കൊണ്ട് പരിഹാരം കാണാനൊക്കാത്ത വിഷയമായിരിക്കും. അപ്പോൾ ഈ ഭക്ഷണം കഴിക്കാതൊക്കെ ഇരിക്കുന്ന ചിലപ്പോൾ എന്ത് ചെയ്തറിയോ, സ്ത്രീയും ഭക്ഷണം കഴിക്കാതൊക്കെ ആയിരിക്കും. ഇതെന്തായിരിക്കും? അങ്ങേരുടെ വിഷമത്തെക്കാൾ കൂടുതൽ വിഷമം ഈ സ്ത്രീയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്ത് വേണം? ഒരു പുരുഷന് ഒരു വിഷമം ഉണ്ടായാൽ ആ വിഷമത്തെ നിങ്ങളുടെ സംസാരം കൊണ്ട് അല്ലെങ്കിൽ സ്ത്രീയുടെ സംസാരം കൊണ്ട് ആളിക്കത്തിക്കാതിരിക്കണം. അദ്ദേഹം ആ പ്രശ്നങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞു വരുമ്പോൾ നിങ്ങളോട് ഈ കാര്യമൊക്കെ പറയുകയും ചെയ്യും, ഇല്ലേ? അപ്പൊ അതിനകത്ത് ഒരു മനസ്സ് തുറന്ന് ഒത്തിരി അദ്ദേഹം ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ഒത്തിരി അങ്ങോട്ട് ചെന്ന് അന്വേഷണം വേണ്ട. എല്ലാത്തിനും ഒരു പരിധി നിശ്ചയിക്കുക. അതെ. വളരെ ഉപകാരം സാറേ. വളരെ പ്രധാനപ്പെട്ട അറിവുകളാണ് നമുക്ക് സാറ് പകർന്നു തരുന്നത്. അപ്പൊ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലെ ഒരു പാഠമാവേണ്ട വിഷയങ്ങളാണ്. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.